മഹാത്മാഗാന്ധിയാണ് ആധുനിക കാലത്ത് അഹിംസ ഒരു വലിയ മുദ്രാവാക്യമായി സ്വീകരിച്ചത്. ബ്രിട്ടീഷുകാരെ നേരിടുന്നതിൽ പോലും അദ്ദേഹം അഹിംസയിൽ നിന്നും മാറാതിരിക്കാൻ ശ്രദ്ധിച്ചു. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെല്ലാം അതിൽ നിന്നും മാറി. പക്ഷെ ഗാന്ധി പറഞ്ഞ എന്താ? ഗാന്ധി ബുദ്ധനെ അല്ല പറഞ്ഞത്. സത്യത്തിൽ ഗാന്ധിയുടെ ഉള്ളിൽ ബുദ്ധനുണ്ടായിരുന്നു. പക്ഷെ ഗാന്ധി പുറത്തു പറഞ്ഞത് അഹിംസ കൊണ്ടു നടന്ന ബുദ്ധനെ അല്ല, ഹിംസയിലൂടെ ജയിച്ച ശ്രീരാമനെയാണ്. ശ്രീരാമൻ ശരിയായ തരത്തിലാണ് ജയിച്ചത്, പക്ഷെ അത് ഹിംസയിലൂടെയാണ്. രാവണനെ കൊന്നാണ് സീതയെ വീണ്ടെടുത്തത്. ബുദ്ധൻ എല്ലാവരെയും വീണ്ടെടുത്തത് ആരെയും കൊന്നല്ല. അപ്പൊ അഹിംസ കൊണ്ട് ജയിച്ച ബുദ്ധനാണ് ശരി എന്ന് ഗാന്ധിക്ക് അറിയാമായിരുന്നു. ഗാന്ധി അതാണ് മന്ത്രമായി എടുത്തത്. പക്ഷേ ഗാന്ധി നാവിലൂടെ പറഞ്ഞത് ഇത് രാമരാജ്യമാണെന്നാണ്. അപ്പൊ ഗാന്ധി അത് അറിഞ്ഞുകൊണ്ടാണോ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്ന അറിഞ്ഞുകൊണ്ടാണ്. ഗാന്ധിയുടെ കാലത്ത് ഗാന്ധി ബുദ്ധനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഗാന്ധിക്ക് ഇത്ര വലിയ അനുയായികളെ കിട്ടുമായിരുന്നില്ല. കാരണം ഇന്ത്യ നിൽക്കുന്നത് എപ്പോഴും ബുദ്ധന്റെ പിന്നിലല്ല, രാമന്റെ പിന്നിലാണ്. അഹിംസ പറഞ്ഞ ബുദ്ധനോടൊപ്പമല്ല ഇന്ത്യ അന്ന് നിന്നത്. അല്പം ഹിംസ കാണിച്ചാലും ശരിയിലെത്താവുന്ന രാമനോടൊപ്പം നിൽക്കണമെന്ന് ഗാന്ധിക്ക് അറിയാമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഗാന്ധി പലതും ചെയ്തത് അറിഞ്ഞുകൊണ്ടാണ്. ബുദ്ധനെ ഇന്ത്യയിൽ രണ്ടിൽ ചേർത്തു, രണ്ട് ദൈവങ്ങളിൽ ചേർത്തു. ബുദ്ധന്റെ 90% ചേർത്തതും ശിവനിലാണ്. ശിവനും ഈ എന്തോ ഭസ്മമൊക്കെ ചൂടി, പാമ്പിനെയും ചുറ്റി, പുലിത്തോലൊക്കെ ഉടുത്ത്, കയ്യിലൊരു തലയോട്ടിയും പിടിച്ച് ബുദ്ധൻ ഒരു മൺപാത്രവുമായിട്ടാണ് ഭിക്ഷ തണ്ടിയതെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു പ്രതീകവൽക്കരണം ഏറ്റവും നന്നായി നടന്നത് ശിവനിലാണ്. മറ്റൊന്ന്, ആര്യൻ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ദേവസങ്കല്പമാണ് ശിവൻ. അതിനെ ആധുനിക കാലത്ത് ബുദ്ധാംശങ്ങളും കൂടെ ചേർത്ത് പരിഷ്കരിച്ചെടുത്തു. അപ്പൊ ശിവനെ കിട്ടിയപ്പോൾ ഇന്ത്യക്ക് ബുദ്ധനെ മറക്കാൻ പ്രയാസം ഉണ്ടായില്ല. ഒരു 10% വിഷ്ണുവിലും ചേർത്തു. അപ്പം ബുദ്ധന്റെ അനുയായികൾക്ക് ഇത് രണ്ടും സംഭവിച്ചു. അതും മാത്രമല്ല, അതുവരെ ഈ മൃഗങ്ങളെയെല്ലാം കൊന്നു തിന്നിരുന്ന പൗരോഹിത്യവും ബ്രാഹ്മണരും ഒരു നിർദ്ദേശപ്രകാരം ബുദ്ധിപൂർവം ബുദ്ധന്റെ സസ്യാഹാരം എന്ന് പറയുന്നത്, അഹിംസ എന്ന് പറയുന്നത് അവർ വല്ലാതെ ഉൾക്കൊണ്ടു. അതിലവരെ സഹായിച്ചത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ ഒരർത്ഥത്തിൽ ബുദ്ധന്റെ ഒരുപാട് അംശങ്ങളെ മരുന്നാക്കി ഹിന്ദുവിന് കുടിക്കാൻ കൊടുത്തു. ബുദ്ധനെ അദ്ദേഹം ഹിന്ദു ജീവിത രീതിയിലും സ്വഭാവത്തിലും ദർശനങ്ങളിലും നിക്ഷേപിച്ചു. ഒരുപക്ഷെ ശങ്കരാചാര്യരെ പോലെ ഒരു അഗാധ പ്രതിഭയ്ക്ക്, പണ്ഡിതന് അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ പാലി ഭാഷ മാത്രം വികസിപ്പിച്ചെടുത്ത് ബുദ്ധന്റെ ദർശനങ്ങൾ കേട്ടുപഠിച്ച് മാത്രം കൊണ്ടു നടന്ന പാവപ്പെട്ട ബുദ്ധഭിക്ഷുക്കൾക്കും ദാർശനികർക്കും കഴിയുമായിരുന്നില്ല. കാരണം അവരെയെല്ലാം മറികടക്കാനുള്ള ഒരു വൻപിച്ച ബുദ്ധി ശങ്കരാചാര്യർക്കുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നന്മയുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നന്മ അദ്ദേഹം ബുദ്ധനെ ഒരർത്ഥത്തിൽ ഒതുക്കി മരുന്നാക്കി ഹിന്ദുവിന് അകത്ത് കുടിക്കാൻ കൊടുത്തു. ആ കുടിക്കാൻ കൊടുത്ത മരുന്ന് കൊണ്ട് അന്നത്തെ വൈദിക മതം ഹിന്ദു മതമായി മാറി. വൈദിക മതവും ഹിന്ദു മതവും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് ശങ്കരാചാര്യർ ചെയ്തതാണ്. അതിനേക്കാൾ വലിയ ഒരു കർത്തവ്യം നിർവഹിച്ചത് വേദവ്യാസനാണ്. വേദവ്യാസൻ ചെയ്തത് ബുദ്ധഭാരതത്തെ വ്യാസഭാരതമാക്കി. ബുദ്ധന്റെ കാലത്ത് ഈ അംബപാലി ഒരു ചരിത്രത്തിലെ സ്ത്രീയാണ്. വ്യാസൻ അതിനെ പാഞ്ചാലിയാക്കി. ബുദ്ധന്റെ കാലത്ത് ബുദ്ധന്റെ കൂടെ നടന്ന ആനന്ദൻ ഒരു അപാര പണ്ഡിതനായ ഓർമ്മശക്തിയുള്ള മനുഷ്യനാണ്. ബുദ്ധൻ ആനന്ദനെ അർജുനാക്കി. ബുദ്ധനെ തന്നെ ആനന്ദൻ വ്യാസൻ ധർമ്മപുത്രരാക്കി. സരിപുത്രനെ ഭീഷ്മരാക്കി. പിന്നെ വേറൊരാളെ വിതുരരാക്കി. ദുര്യോധൻ എന്ന് പറഞ്ഞാൽ ഈ ദേവദത്തനെ ദുര്യോധനാക്കി. അപ്പൊ സ്വാഭാവികമായി കഥയാണ് മനുഷ്യൻ അകത്ത് സൂക്ഷിക്കുന്നത്, കാര്യം പുറത്ത് കളയും. അതെപ്പോഴും അങ്ങനെയാണ്. ചരിത്രം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, കഥ നമ്മൾ കൊണ്ടു നടക്കും, കാര്യം നമ്മൾ മറന്നു കളയും. അപ്പൊ ബുദ്ധഭാരതത്തെ
വ്യാസഭാരതമാക്കിയപ്പോൾ നമ്മൾ ബുദ്ധഭാരതത്തെ മറക്കുകയും മഹാഭാരതത്തെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മഹാഭാരതം കൊണ്ട് ബുദ്ധഭാരതത്തെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞു. എന്നാലും ബുദ്ധൻ ഇപ്പോഴും ഉണ്ട്. അത് ശങ്കരാചാര്യർ ചെയ്ത ഒരു കാര്യമാണ്. കാരണം ബുദ്ധൻ്റെ ഒരുപാട് ദർശനങ്ങളും നന്മകളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഒറ്റ കുറവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് ഇനിയും ഇന്ത്യയിലെ സംഘർഷങ്ങളും ഇന്ത്യ ഹിംസാത്മകമായി നീങ്ങുന്ന തർക്കങ്ങളും ഇന്ത്യയുടെ വഴി അടഞ്ഞു നിൽക്കുന്ന ഐക്യമില്ലായ്മയും നമുക്ക് മറികടക്കണമെങ്കിൽ ഒരു വഴിയേ ഇന്ത്യക്ക് മുമ്പിലുള്ളൂ. അത് ബുദ്ധനെ യഥാർത്ഥ തരത്തിൽ അന്വേഷിച്ച് കണ്ടെത്തി ആ നഷ്ടപ്പെടുത്തിയ കുറ്റബോധത്തോടെ സ്വീകരിക്കുക എന്നതാണ്.